മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒന്നും കുറച്ച് ഓവറായിട്ട് തോന്നിയില്ല. കുറച്ച് ഓവറാണ്. പിന്നെ ഓരോ ടേസ്റ്റ് ആണല്ലോ. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുകയാണ് സിനിമാക്കാർ. മുഖം നോക്കാതെ റിവ്യൂ ഇടുന്നതിൽ പ്രധാനിയായ കൊക്കിനെ തന്നെ വിലക്കെടുത്ത് മോശം സിനിമയ്ക്ക് അതിഭയങ്കര പോസിറ്റീവ് റിവ്യൂ ഇട്ട് പരാജയപ്പെട്ട സിനിമയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. ഹലോ ഗൈസ്, ബ്രോമൻസ് മൂവി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ അശ്വൻ കോക്കിനെ അറിയാത്തവരാരുമില്ല. മലയാളത്തിൽ ഏത് പടം ആദ്യം ഇറങ്ങുമോ അത് അന്ന് തന്നെ അദ്ദേഹം റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവറാണ്. മലയാള സിനിമ ഇറങ്ങിയാൽ ആദ്യം എല്ലാവരും പറയുന്നത് അശ്വൻ കോക്കിന്റെ റിവ്യൂവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും പറയുക ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ചില സിനിമയിലൊക്കെ വന്നിട്ട് ഇവൻ എന്തോ ഈ പറയുന്നതെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ കുറിച്ച് നെഗറ്റീവും കാര്യങ്ങളും ഇടാറുണ്ട്. പക്ഷേ മോഹൻലാലിന്റെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പോയി കമന്റ് ഇടും അശ്വൻ കോക്കിന്റെ റിവ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഇറങ്ങി. നേരത്തെ മോഹൻലാലായിരുന്നു, ഇപ്പൊ മമ്മൂട്ടിയും കൂടെ പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ത്വരയോടെ കാത്തിരിക്കും. കാരണം ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിട്ട് 10-20 മിനിറ്റ് ഇരുന്ന് അങ്ങ് കുറ്റം പറച്ചില്ല പുള്ളിക്കാരന്റെ. ഓക്കെ, എന്തായാലും ബ്രോമൻസ് മൂവിയുടെ റിവ്യൂ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ റിവ്യൂ കണ്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. ഇയാൾ എന്ത് പൊട്ടത്തരമായി വിളിച്ച് പറയുന്നതെന്നുള്ള രീതിയിലാണ്. കാരണം ഒരു പടം കണ്ട എന്നുള്ള രീതി വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന എല്ലാം പച്ചക്കളവാണ്. ഇതാ ആർക്കോ വേണ്ടി, ഈ പറയുന്ന അർജുൻ അശോകനുണ്ട്, മാത്യു, സംഗീത്, ഇവർക്കൊക്കെ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ വെളുപ്പിക്കാൻ വേണ്ടിയായിട്ട് എനിക്ക് പേഴ്സണലി ഒരു പടം തോന്നിയത്. കാരണം ഇപ്പം മലയാളം സിനിമയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഡ്യൂസർമാരുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അശ്വൻ കോക്കിനെ പോലെ ഒരാൾ വന്നിട്ട് ഈ ഒരു പടം മോശമാണെന്ന് പറഞ്ഞ് ഉറപ്പാണ് തിയേറ്റർ പടം പിന്നെ ഓടത്തില്ല. അത് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെ. പക്ഷേ ഈ ഒരു പടത്തിന് അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ട് അയാൾ സംസാരിച്ചത്. 6 മിനിറ്റ് വീഡിയോയിലാണ് പോസിറ്റീവ് കാര്യങ്ങൾ പക്കയായിട്ട് കൊടുത്തിരുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പടമാണ് അത്. ഇത്രയും മാത്രം പൊഴുത്തി അടിക്കാൻ മാത്രം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറയും. ഇത് കാണുന്ന ഓരോ വ്യക്തികളുണ്ടല്ലോ, നിങ്ങൾ തന്നെ എത്രമാത്രം ഉണ്ട് ഈ പടത്തിനകത്ത്. പിന്നെ എന്തിനാ ഇവന്മാരി വന്നിട്ട് ഈ തള്ളുന്നേ? കുറെ അന്തം ഫാൻസുകാരുണ്ട്, ഇവന്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സുകൾ. ഇവരെല്ലാം തലയെ കയറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഇത് അവസാനം നിങ്ങൾക്ക് തന്നെ ഇതാവും. ഞാനൊരു അഭിപ്രായം തുറന്നു പറയാം. നിങ്ങൾക്ക് ഒരു പടം അല്ലെങ്കിൽ ഇഷ്ട നടന്റെ ഒരു പടം വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോയി കാണണം. ഈ റിവ്യൂ കണ്ടിട്ട് പോകാനിരുന്ന ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നല്ലൊരു പടം ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു റിവ്യൂലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് പബ്ലിക് ഒപ്പീനിയൻ കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ പടത്തിന്റെ. പിന്നെ അത് മാത്രമല്ല, എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നടന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇവനൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി ആദിത്യനോ ചെറ്റൂറോ ഏതോ ഒരുത്തനൊക്കെ വന്നിട്ട് കൊണോണാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവനൊക്കെ എന്ത് പൊട്ടത്തരോ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇവനൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി ആദ്യം നല്ല രീതി എന്തെങ്കിലും പറയും, പിന്നെ വളച്ച് തിരിച്ച് മറിച്ചൊക്കെ അവന് പോലും ഒരു ബോധമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കയറി 2 മണിക്കൂർ 18 മിനിറ്റ് ഉണ്ട് സിനിമ ആരംഭിച്ചിട്ട് പിന്നെ ഒരു പോക്ക. ഒരു പോക്കാ പോയത്. എന്റെ ദൈവം, എനിക്ക് മാത്രം അറിയാം പടം കണ്ട അവസ്ഥ. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ പോയ പോക്ക് കണ്ടാൽ തന്നെ അയ്യോ നമുക്ക് ഭ്രാന്ത് പിടിച്ചു. പിന്നെ ഇച്ചിരി കൂടെ ഒരു ആശ്വാസം കിട്ടിയത് ആ സെക്കൻഡ് ഹാഫിലോട്ടാ. അന്യ എക്സ്പീരിയൻസ്. അതായത് അങ്ങനെയുള്ളൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് വലിയൊരു തിയേറ്ററിൽ, കിങ് സൈസ് തിയേറ്ററിൽ ഇരുന്നിട്ട് യച്ചാതി എൻജോയ്മെൻ്റ് ആയിരുന്നു അറിയാം. ലൈഫിൽ 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച്. കിട്ടിയ പൈസയ്ക്ക് എന്തായാലും ആസ്വദിക്കും ചേട്ടാ. കാരണം ഓൾറെഡി ഒരു എമൗണ്ട് കിട്ടി കാണുമായിരിക്കും. അത് മേടിച്ച് പെട്ടി വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും. AC-യും കൊണ്ട് പോപ്കോണും തിന്നു അങ്ങ് ഇരിക്കാം. അതാണ് സത്യത്തിൽ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ ഒരു വൈബ് പടം, പ്ലസ് ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചമൻ ചാക്കാണ്. ആ ഒരു കാര്യം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എഡിറ്റിങ്ങിന്റെ കാര്യം വേറെ ലെവലായിട്ടുണ്ട് ഈ പടത്തിൽ. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആളുകളൊന്നുമില്ല. ഉള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടം. അതാണ് ഞാൻ പറഞ്ഞത്, ബ്രോസിൻ്റെ അഴിഞ്ഞാട്ടം. പ്ലസ് മഹിമ നമ്പ്യാർ. അതായത് പഴയ പ്രിയദർശൻ സിനിമകളൊക്കെ ഇല്ലേ, സ്ക്രിപ്റ്റൊക്കെ ഒന്നുമില്ല. അത് അവിടെ ഉണ്ട്, സാധനമുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറിക്കുക, തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്കുക, പിടിച്ചിരുത്തുക, സീൻ ബൈ സീൻ ആഫ്റ്റർ സീൻ, അതുപോലത്തെ ഇളക്കി മറിക്കുന്ന പരിപാടി. ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട
ഒരു സിനിമയാണ് ബ്രോമാൻസ്. സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലെന്ന് ഈ അടുത്ത സമയത്ത് സ്ക്രിപ്റ്റിനെ കുറിച്ച് വർണ്ണിച്ച ഒരു മഹാനാണ്. കാരണം ഈ കാലഘട്ടത്തിൽ സ്ക്രിപ്റ്റ് എന്തായാലും ആവശ്യമാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പിന്നെ പുള്ളി ഈ പടത്തിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്തും. കാരണം അതുപോലെ ചിരിക്കാനും ഇരിക്കാനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ പടം ഒന്ന് പോയി കാണണം. എനിക്ക് സത്യം പറഞ്ഞാൽ ചടിയായിട്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ മാത്യു എന്നൊക്കെ പറഞ്ഞവനെ വെറുപ്പിച്ച് ഒരു പരുവാക്കി വിട്ടിട്ടുണ്ട്. പിന്നെയും ഇച്ചിരി കൂടെ ഭേദം ആ അർജുൻ അശോകതും, പിന്നെ കുറച്ചും കൂടെ ഭേദം ആ സംഗീതം എന്ന് പറഞ്ഞ പയ്യനും കൂടെ ആയിരുന്നു. ബാക്കി എല്ലാ എണ്ണം വെറുപ്പിച്ചൊരു കയ്യിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാജോളിന് പിന്നെ തരക്കേടില്ലെന്നെങ്കിലും പറയാം. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിൻ്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞത് പ്രിയദർശൻ പടങ്ങളിൽ പോലെ പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് സീനിനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക. അവിടെ ലാലേട്ടനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ലാലേട്ടനെ മുകേഷിനെയൊക്കെ വെച്ചിട്ട് അതിനകത്ത് എന്താക്കി വെച്ചത് അവിടെ അവർ ചെയ്തതെന്ന് വെച്ചാൽ വേറെ ലെവൽ ഐറ്റങ്ങളൊക്കെയാണ്. ഇവന്മാർ ചെയ്തു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പടം കണ്ടു നോക്ക്. എൻ്റെ പൊന്ന അശ്വന്തേ, ഇങ്ങനെ വെറുപ്പിക്കരുത്. ഞാൻ സീരിയസ് ആയിട്ട് പറയണം. നിങ്ങൾ നിങ്ങൾ റിവ്യൂയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന വഴി മറന്നൊരു മനുഷ്യനാണെന്ന് ഞാൻ എടുത്തു പറയും. വന്ന വഴി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തു ആവാം. കാരണം പൈസ മേടിച്ചിട്ടാണെന്നുള്ള രീതിയിൽ ഇത് തന്നെ ഈ ആൾക്കാർ പറയുന്നതിൽ കറക്റ്റ് കാര്യങ്ങൾ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ പൈസ മേടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി കുറയ്ക്കുന്നു. അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അതിനകത്ത് കാണുമായിരിക്കും. അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കില്ലേ ദേവി. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിപ്പോൾ എനിക്ക് ദാബി മൂവിയുടെ ഈ പോസ്റ്റർ ഇയാൾ കൊടുത്തിട്ടുണ്ട്, തമ്പലൈനും കാര്യങ്ങളൊക്കെ. അതിനകത്തും വലിയ എന്താ പറയണ്ടേ, ആ പടത്തിന് ഒരുമാതിരി നെഗറ്റീവ് ആക്കിയിട്ടുള്ള രീതിയിലാണ് ഈ പുള്ളി തമ്പലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പടം ശരിക്കും ഇദ്ദേഹം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അത് നിങ്ങൾക്ക് ആ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ആളെ പറയാൻ വിട്ടുപോയി. ഈ സിനിമയുടെ മുത്ത് മാണിക്യ കല്ല് ചക്കരക്കുട്ടൻ ആരാത്? നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്. എന്താ പുള്ളിയുടെ പരിപാടി. പുള്ളിയൊക്കെ ഒരു സീനിൽ വന്ന് കാണിക്കുന്ന പരിപാടികൾ എന്തോരം സീൻസിലറിയോ. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ഒരു കല്യാണ പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കാണിച്ചു വെക്കുന്ന പരിപാടികൾ. അങ്ങനെ മൊത്തത്തിൽ ഈ പടം ഓളായിരുന്നു. അമൽ ഡേവിസിൻ്റെ എടുത്തു പറയാൻ കാരണം സംഗീത് പ്രതാപ് ഇതൊരു അന്യായ ഒരു പൊള്ളി സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇഷ്ടം പോലെ സീൻസിൽ പുള്ളി ഒറ്റയ്ക്ക് തന്നെ എല്ലാവരും കട്ടയ്ക്ക് മത്സി എന്നുള്ളതാണ്. ദാറ്റ്സ് റെയർ. സംഗീത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാലും വെറുപ്പിയിട്ടുണ്ടായിരുന്നു. സീരിയസ്ലായിട്ട് പറയാം, കുറെ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് പറഞ്ഞത് പ്രേമലുവിനകത്ത് അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ എന്തോ വെറുപ്പിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എല്ലാം ഓവറായിരുന്നു, ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതും. പക്ഷെ എന്നാലും ആ കൂട്ടത്തിൽ ഇച്ചിരി മെച്ചമായിട്ട് അവൻ കൊള്ളാം എന്നുള്ള രീതി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഡയലോഗ്സ്, അതായത് ഇവർ തമ്മിലൊക്കെ റിയൽ ലൈഫിൽ ഒരു കെമിസ്ട്രി കാണുമല്ലോ, ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ക്യാരക്ടേഴ്സിലും കാണാൻ പറ്റും. ഇവർ ഡയലോഗ്സ് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതേ പറഞ്ഞ പഴയ സിനിമകളിലെ പോലെ ഒരാൾ കൗണ്ടർ അടിക്കുന്നു, മറ്റേ ആൾ പിന്നെ അപ്പോഴും വേറൊരു സാധനം കൈ നിടുന്നു. കൈ നിട്ടാലും ശരി, എഴുതി കൊടുത്തിട്ട് പറഞ്ഞാലും ശരി, സംഭവം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ആ കെമിസ്ട്രി വർക്കായിട്ടുണ്ട് ആ ത്രൂ ഔട്ട്. കാരണം സിറ്റുവേഷണൽ കോമഡിക്കകത്ത് പെർഫോമൻസ് പ്ലസ് ഇത്തരത്തിലുള്ള കാഷ്വലായിട്ട് പറയുന്ന പോലുള്ള ഡയലോഗ്സും കാര്യങ്ങളും വരുമ്പോഴേ അതിന് ഭയങ്കരമായിട്ടുള്ള മൈലേജ്, ഭയങ്കരമായിട്ടുള്ള ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് ഈ പടത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഗീത് പ്രതാപിൻ്റെ ഒക്കെ ചില സാധനങ്ങളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അശ്വൻ കോക്ക് ഒരു കാര്യം പറഞ്ഞേ, ഇതുപോലെ തന്നെ ഇവർ കൈ നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ അശ്വൻ കോക്ക് അറിഞ്ഞു? അതാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വായിന്നും കൈ നോക്കിയിട്ടാ സംസാരിക്കുന്നുള്ള കാര്യം അശ്വൻ കോക്ക് വല്ല എങ്ങനെ അറിഞ്ഞു? ഏതെങ്കിലും ഇന്റർവ്യൂ വല്ല അവർ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന സംഗീതിന്റെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു. മീഡിയയിൽ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ ഇന്നാണോ ഇടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യത്തില. അപ്പം ലവൻ ഈ പറയുന്ന സംഗീതം കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതെങ്ങനെ അശ്വൻ കോക്ക് അറിഞ്ഞു? അപ്പൊ അവന്റെ ആ വർത്താനത്തിൽ നിന്ന് തന്നെ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് തന്നെ ഇതെങ്ങാണ്ട് പെയ്ഡ് റിവ്യൂ അല്ലെങ്കിൽ എന്തൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തങ്ങാണ്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ഭയങ്കര ഹാപ്പി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ ബർത്ത്ഡേ അല്ല ഓക്കെ. റൊമാൻസിൽ കൈ നിന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഡയലോഗ് കുറെ കണ്ടിട്ടുണ്ട്. അല്ല കാരണം എന്താ പറഞ്ഞാൽ കാരണം സ്പോണ്ടേനിയസ്ലായിട്ട് ഇങ്ങനെ കുറെ സീൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ല ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുടെയും കോമ്പിനേഷനിൽ നിന്ന് കുറെ പരിപാടികൾ വന്നിട്ടുണ്ട്. പിന്നെ അശ്വന്ത് ഗോഗിന്റെ റിവ്യൂല് പ്രത്യേകം ചക്കര മുത്ത കണ്ടിട്ടുണ്ടായിരുന്ന കണ്ടു എന്ത് തോന്നി? മാണിക്കല്ല് എല്ലാരെയും പറ്റി അടിപൊളി അഭിപ്രായം. 6 മിനിറ്റ് തൂക്കി. ഈ ഓൺ എയർ കേരള എന്നും പറഞ്ഞ ചാനലിലെ പയ്യനാണ് ഇത് ചോദിക്കുകയൊക്കെ ചെയ്തത്. അവൻ ആ റിവ്യൂ കണ്ടിട്ടാണ് ഇവരോട് ചോദിക്കുകയൊക്കെ ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ നിന്ന് എടുത്തായിരുന്നോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊന്നത് ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഈ പടത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ആ വീഡിയോ കൂടെ നമുക്കൊന്ന് വെക്കാം. നമ്മുടെ യൂത്തിന്റെ കോമഡിയാണോ അതോ ഇപ്പോഴത്തെ യൂത്തിന്റെ
ലവ് ട്രാക്ക് ഉണ്ട്, ലവ് ട്രാക്കും ഉണ്ട്, പിന്നെ കോമഡി, പിന്നെ ഒരു ജേണി മൂവി കൂടിയാണ്. കോമഡി ഒക്കെ വർക്കായി. കോമഡി ഇപ്പോഴത്തെ പയ്യന്മാർക്ക് വർക്കായി, നമ്മളൊക്കെ ഒരു ആവറേജ് വർക്കായി. കോമഡി ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം രസമുണ്ട്, വലിയ രസമൊന്നുമില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി എന്ന് പറഞ്ഞു. പൊട്ടിച്ചിരിപ്പിന്നൊക്കെ തമാശയൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയില്ല, കുറച്ച് ഓവറാണ്. പിന്നെ ഓരോരുത്തർ ഓരോ ടേസ്റ്റ് ആണല്ലോ, ചില ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തിയേറ്റർ വാച്ചിനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെ വെച്ചാല് അത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അത്ര വലിയ വർക്കായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, നല്ല ഭയങ്കര അടിച്ചുപൊളി മൂടാണോ പോയിരിക്കുന്നത്? അടിച്ചുപൊളി, അതാ പറഞ്ഞ ഓരോരുത്തര വൈബാണല്ലോ. എന്താണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണോ? നെഗറ്റീവ് ഒന്നുമില്ല, അത് കുറച്ച് ഓവറായിട്ട് തോന്നി, അത് തന്നെ നെഗറ്റീവ്, പറഞ്ഞല്ലോ. പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡി ആ ഒരു ലെവലൊക്കെ പറഞ്ഞത്, അത്ര ഉണ്ടോ? ട്രെയിലർ കണ്ട് ഒരിക്കലും ഈ പടം കാണാൻ പറ്റില്ല, പടം കാണാൻ വന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലാണ് അത്യാവശ്യം എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയതേ ഉള്ളൂ. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, പക്ഷെ ലോജിക് ബേസ് കുറെ പ്രോബ്ലംസ് പടത്തിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. ഓക്കെ, മൂവി കണ്ടിറങ്ങിയ ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്നാലും കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂത്ത് പിള്ളേർക്കൊക്കെ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാം. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തൊന്നുമില്ല. എന്തായാലും ഒരുപാട് ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞ് ഈ പടം അത്ര പോരാം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തേ. പിന്നെ ഒരാളുടെ കമന്റ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു, ഞാൻ അതൊന്ന് വായിച്ചു തരാം. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുകയാണ് സിനിമാക്കാർ. മുഖം നോക്കാതെ റിവ്യൂ ഇടുന്നതിൽ പ്രധാനിയായ കൊക്കിനെ തന്നെ വിലക്കെടുത്തു മോശം സിനിമയ്ക്ക് അതിഭയങ്കര പോസിറ്റീവ് റിവ്യൂ ഇട്ട് പരാജയപ്പെട്ട സിനിമയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. സത്യമല്ല, ഇപ്പം എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ സത്യം പറഞ്ഞാൽ താനൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയിക്കുന്നത്. തന്നെയൊക്കെ വിശ്വസിച്ച് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, തൻ്റെ ഒക്കെ കുറെ ഫാൻസുകാരും ഒക്കെ ഉണ്ട്. അവരെ വരെ മണ്ടരാക്കിക്കൊണ്ടിരിക്കുമല്ലേ. എന്തായാലും കുറെ ആൾക്കാർക്കൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും നന്നാവാൻ നോക്ക്, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ? ഉള്ള കാര്യം ഉള്ളവനെ വിളിച്ചു പറയാം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ വിളിച്ചു പറയണം. അതാണ് വേണ്ടത്. ഇത് ചുമ്മാ, ഇത് വെറുതെ. ഞാനൊരു കാര്യം പറയാം, ലാലേട്ടൻ ഫാൻസുകാരും മമ്മൂട്ടി ഫാൻസുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മമ്മൂട്ടിയെ ഊക്കുമ്പോൾ ഈ പറയുന്ന ലാലേട്ടൻ ഫാൻസുകാർ ഏറ്റു പിടിക്കും, ലാലേട്ടനെ ഊക്കുമ്പോഴോ ഈ പറയുന്ന മമ്മൂട്ടി ഫാൻസുകാർ ഏറ്റു പിടിക്കും. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള റിവ്യൂ ചെയ്യുന്ന ഈ എന്താ പറയണ്ടേ, പേടിനും അതിനും ഒക്കെ ചെയ്യുന്ന കുറെ വിവരം കെട്ടവന്മാരുണ്ട്. ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോകരുത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും പടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണുക. കണ്ടു കഴിഞ്ഞിട്ട് ഇവന്മാരുടെയൊക്കെ റിവ്യൂ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇവന്മാർ പറയുന്നത് ശരിയാണോ തെറ്റാണോ. ഇനിയിപ്പോൾ ഈ ഒരു വിഷയം നടക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു മാസത്തേക്ക് ഈ പറയുന്ന പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും ഇടും. കാരണം പോയ പേര് തിരിച്ചെടുക്കണമല്ലോ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അവനവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് വന്ന് റിവ്യൂ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.